നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട്ടിൽ കടബാധിതയുടെ പേരിൽ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്തിനാണ് ഇളയ സഹോദരനെയും മുത്തശ്ശിയെയും പിതൃ സഹോദരനെയും ഭാര്യയെയും പെൺസുഹൃത്തിനെയും കൂട്ടക്കുരുതി നടത്തിയത് എന്ന ചോദ്യത്തിനുത്തരം ഇനിയും വ്യക്തമായിട്ടില്ല. അത് ചുറ്റികൊണ്ട് തലക്കടിച്ച് മുഖം വികൃതമാക്കിയുള്ള ക്രൂര കൊലപാതകങ്ങൾ. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ നിലതെറ്റിയതാണ് അഫ്വാൻ ഈ കടുംകൈ ചെയ്തത് എന്നാണ് പോലീസിന്റെ ഇതുവരെ ലഭിച്ച നിഗമനം. തന്റെ ക്രൂര പ്രവൃത്തി അഫ്വാൻ ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 5 പേരെ കൂട്ടക്കൊല ചെയ്തിട്ടും തെല്ല് പോലും പശ്ചാത്താപം ഈ പ്രതിക്കുള്ളതിന്റെ യാതൊരുവിധ ലക്ഷണവും കാണാനുമില്ല. മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനായി പുറത്തിറങ്ങിയപ്പോൾ വീൽ ചെയറിൽ കൂസലില്ലാതെ ക്യാമറയിൽ നോക്കി പുഞ്ചിരിച്ചാണ് അഫ്വാൻ കടന്നു. മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു. 2 ദിവസം കൂടി അഫ്വാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരും. ഡിസ്ചാർജ് അനുവദിച്ചാൽ ജയിലിൽ എത്തിക്കും. ഈ മെഡിക്കൽ കോളേജിൽ 38-ാം നമ്പർ വാർഡിൽ കാലുകൾ ഈ കട്ടിലിനോട് ചേർത്തും കൈകൾ കട്ടിലിനോട് ചേർത്തും കെട്ടിയിട്ട നിലയിലായിരുന്നു അഫ്വാൻ ഉണ്ടായിരുന്നത്. കാരണം ആശുപത്രി കിടക്കയിൽ അഫ്വാൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. വിറളി പിടിക്കുന്നതും നിലവിളിക്കുന്നതും ഒക്കെ തന്നെ ശബ്ദം കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ താൻ മാനസിക സമനില തെറ്റിയ ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നല്ല പോലെ തന്നെ അഫ്വാൻ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ കാലും കൈകളും ഒക്കെ തന്നെ ബന്ധിച്ച നിലയിലായത്. അതിനുശേഷം എലിവിഷം കഴിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഡോക്ടർമാർ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ വ്യക്തമായത് എലിവിഷത്തിന്റെ അംശം ഉള്ളിൽ ചെന്നിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. പക്ഷേ ഒഫീഷ്യലി അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിന് പോയപ്പോഴാണ് ക്യാമറകളെ നോക്കി കൈ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതും ചെയ്തുകൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് യാതൊരുവിധ കൂസലും താൻ തന്റെ അമ്മയെയും സഹോദരനെയും അച്ഛന്റെ സഹോദരനെയും അതുപോലെ തന്നെ അച്ഛന്റെ സഹോദരന്റെ ഭാര്യയെയും മുത്തശ്ശിയെയും ഏറ്റവും അധികം സ്നേഹിച്ച കാമുകയും ഒക്കെ തന്നെ കൊല്ലുകയും അത് അമ്മ മരിച്ചിട്ടില്ല എന്ന് ഇതുവരെയും ഇയാൾക്ക് വ്യക്തമായിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇവരെല്ലാവരും മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്റെ കൈയാൽ കൊല്ലപ്പെട്ടതാണ് എന്ന് യാതൊരു കൂസലം എന്തായാലും ഇയാളുടെ മുഖത്ത് കാണാനില്ല. അതിനിടെ കൂട്ടക്കൊല വ്യക്തമാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫർസാന അഫ്വാനെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യവും പിറകെ അഫ്വാൻ എത്തുന്നതും ഫോണിൽ സംസാരിക്കുന്നതും ഉൾപ്പെടെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അഫ്വാന്റെ ചോദ്യവും ഫർസാനയുടെ മറുപടിയും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എവിടെയാണ് നിൽക്കുന്നത് എന്ന് അഫ്വാൻ ചോദിക്കുന്നതും ഫർസാനയുടെ മറുപടിയും കേൾക്കാം. വൈകിട്ട് 3:42 പെൺസുഹൃത്തിനെ അഫ്വാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതേസമയം കേസിൽ പ്രതി അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റു കേസുകളിലെ അറസ്റ്റ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ രേഖപ്പെടുത്തൂവെന്നും അഫ്വാനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും DYSP പറഞ്ഞു. കടം നൽകിയവർ അഫ്വാന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നോ എന്ന് അന്വേഷിക്കാനും പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും അഫ്വാന്റെ മൊഴി രേഖപ്പെടുത്തുക. അഫ്വാന്റെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം പോലീസ് കാത്തിരിക്കുകയാണ്.